നമ്മുടെ ഈ ഹിമാലയന് എത്ര രൂപ മെയിൻ്റെനൻസ് വരുന്നുണ്ട് നോക്കാം. ചെലവ് എത്ര വരുന്നുണ്ട്, കൊണ്ട് നടക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ഈ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ വള്ളി ആവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. സർവീസ് എത്ര രൂപ വരും, ഒരു വർഷം എത്ര വരും, പിന്നെ പാർട്സിന്റെ പ്രൈസും ഞാൻ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാം. പിന്നെ വണ്ടി എടുത്തിട്ട് 3 വർഷമായി. കിലോമീറ്റർ കണ്ടില്ല 22,241 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാം. ഹിമാലയന്റെ മെയിൻ്റെനൻസ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇയർലി 2 സർവീസാണ്. അതായത് 6 മാസം കൂടുമ്പോഴാണ് നമുക്ക് സർവീസ് വരിക. കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എവരി 5,000 കിലോമീറ്ററിൽ നമുക്ക് സർവീസ് ചെയ്യണം. ഇതിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് അത് നമ്മൾ ചെയ്യണം. അതായത് വണ്ടി ഇപ്പോൾ ഓട്ടമില്ല എന്നുണ്ടെങ്കിലും ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് സർവീസ് ചെയ്യണം. ഇതിൽ സർവീസിൽ എന്തൊക്കെ നമ്മൾ മെയിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയും 10,000 ഓയിൽ മാറ്റിയാൽ മതി, 5,000 ടോപ്പപ്പ് എന്നാണ് കമ്പനി പറയുന്നത്. നിങ്ങൾ അത്രയ്ക്ക് വലിപ്പിക്കേണ്ട, 10,000 ഓയിൽ ചേഞ്ച് ചെയ്ത് നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനെല്ലാം 5,000 ഞാൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഓയിൽ മാറ്റുക, ഓയിൽ ഫിൽറ്റർ മാറ്റുക. ഒരു സർവീസിൽ മെയിനായിട്ട് ചെയ്യുന്നത് അതാണല്ലോ, ഓയിലും ഓയിൽ ഫിൽറ്റർ മാറ്റും. അപ്പോൾ അതിനൊരു എക്സ്പെൻസ് വരുന്നത് എത്രയും വെച്ച് കഴിഞ്ഞാൽ 1.8 ആണ് നമുക്ക് ലിറ്റർ വരുന്നത്. ഓയിലിന് അപ്പോൾ 700 രൂപയും ഓയിൽ ഫിൽറ്ററിന് ഒരു 100 രൂപ സംതിങ് ആണ് വരുന്നത്. സോ നിങ്ങളൊരു 1,000 രൂപ റൗണ്ട് ചെയ്ത് വെച്ചോ. ഓയിലിനും ഓയിൽ ഫിൽറ്ററിനും കൂടി ഒരു 1,000 രൂപയും ഒരു ഓയിൽ മാറ്റാൻ ഒരു 300 രൂപയും കൂട്ടിക്കുക. ഒരു 1,300 രൂപയാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററൊക്കെ മാറ്റാനും എല്ലാം കൂടി ലേബർ എല്ലാം കൂടെ വരുന്നത്. അപ്പോൾ അത് ഫിക്സഡ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ചെയ്യേണ്ടി വരും. പിന്നെ ബ്രേക്ക് പാഡ്സ് ഫ്രണ്ട് ബാക്കിനും 250 രൂപയാണ് വരിക. 2 സെറ്റ് ബ്രേക്ക് പാഡ് മാറ്റണമെങ്കിൽ 500 രൂപ വരും. 350 രൂപ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് വരും. എല്ലാ 10,000 കിലോമീറ്ററിലാണ് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ കമ്പനി പറയുന്നത്. പെർഫോമൻസ് എയർ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക, അതിനൊരു പീരീഡ് ഓഫ് ടൈമിൽ അത് ക്ലീൻ ചെയ്യാൻ പറയും. പിന്നെ നമുക്ക് പ്ലഗ് ഉണ്ട്, സ്പാർക്ക് പ്ലഗ് നമുക്ക് 15,000 കിലോമീറ്ററാണ് മാറ്റേണ്ടത്. അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 150 രൂപ. പിന്നെ അത് കൂടാതെ ഞാൻ മാറ്റിയിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് കോൺസെറ്റ് മാറ്റിയിട്ടുണ്ട്. സോ 900 സംതിങ് രൂപയായിട്ടുണ്ട്. അതായത് ഒരു 1000 രൂപയായി ഈ കോൺസെറ്റിന് മാത്രം. പിന്നെ അതിൻ്റെ ലേബർ 400 രൂപ മേടിച്ചു. സോ 1,400 രൂപയാണ് ഈ കോൺസെപ്റ്റും ഇത് മാറ്റാനും. ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് 1 ടൈം. 500 രൂപ ഓയിലിന് പൈസയായി ഫ്രണ്ടത്തെ ഫോർക്ക് ഓയിലിന്. പിന്നെ അതുകൂടാതെ 450 രൂപ ലേബറും മേടിച്ചു. അപ്പോൾ ഫോർക്ക് ഓയിൽ മാറ്റണമെങ്കിൽ ഒരു 1000 രൂപേൻ്റെ അടുത്താവും. അപ്പോൾ ഈ ഫോർക്ക് ഓയിൽ മാറുന്നത് 2 വർഷം കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു 20,000 കിലോമീറ്റർ കൂടുമ്പോഴൊക്കെയാണ് ഫോർക്ക് ഓയിൽ മാറേണ്ട കാര്യമുള്ളൂ. ബാറ്ററിയുടെ ഒരു കാലാവധി ഒരു 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷമൊക്കെയാണ് ബാറ്ററി നിൽക്കുള്ളൂ. ഒരു 2,000 സംതിങ് രൂപ വരും ബാറ്ററിക്ക്. ടയറിൻ്റെ ഒരു എക്സ്പെൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ അനുസരിച്ച് ടയർ പോവാം. ബട്ട് ഒരു ആവറേജ് ലൈഫ് 15 കിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു 3,000 രൂപ വേണം ഒരു ടയറിന്. ഫ്രണ്ടത്തെ ടയർ നമുക്ക് 22 വരെയൊക്കെയാണ് ഓടുള്ളൂ. അപ്പോൾ ടയർ സെറ്റ് മാറ്റണമെങ്കിൽ 6,000 രൂപ വരും. മൈലേജ് നമുക്കൊരു സിറ്റിയിൽ ഒരു 27, മാക്സിമം 28 കിട്ടും സിറ്റി യൂസിന്. ഹൈവേക്കാണെങ്കിൽ ഒരു 30-32 കിട്ടുന്നുണ്ടാവും. പിന്നെ ഇത് കൂടാതെ എക്സ്പെൻസ് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ടി വരും ചിലപ്പോൾ. അതിനൊരു 3,000 രൂപയാണ് റൗണ്ട് ചെയ്ത്. ഞാനിതുവരെ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ സെക്കൻഡ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. അതേപോലെ ക്ലച്ച് ആണെങ്കിലും ക്ലച്ച് നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ച് കഴിഞ്ഞാൽ ക്ലച്ച് അങ്ങനെ പെട്ടെന്ന് ബേണായി പോകുന്നില്ല. നമ്മൾ എപ്പോഴും ഈ ക്ലച്ച് പിടിച്ച് ഇങ്ങനെ താങ്ങിയെടുക്കുന്നവരുടെയാണ് ക്ലച്ച് വേഗം പോവുക. ഇനി ഇത് കൂടാതെ നമുക്ക് ചിലപ്പോൾ എൻജിൻ്റെ നോയ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ. അത് ഭയങ്കര എക്സ്പെൻസാണ്. അതിന് നമുക്ക് എൻജിൻ്റെ ഹെഡ് മാറണമെങ്കിൽ തന്നെ 20 സംതിങ് രൂപ പണി, എല്ലാം കൂടെ 10,000 രൂപ പണി വരും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ എക്സ്പെൻസുകൾ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാ സർവീസിലും എല്ലാം മാറ്റാമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് പക്ഷേ അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്കൊരു വേറെ ഒന്നും ഇഷ്യൂ ഇല്ലെങ്കിൽ ഇയർലി ഒരു സർവീസിന് മാത്രം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഇയർലി നമുക്ക് 2 സർവീസിൽ വരുന്നത്. അപ്പോൾ ഒരു സർവീസിന് ഒരു 3,000 രൂപ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 6,000 രൂപ നമുക്ക് ഇയർലി വരും. അത് കൂടാതെ നമുക്ക് ടയറോ അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയൊക്കെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസും കൂടെ വരും. സോ അപ്പോൾ എത്രയായി? ഒരു 9,000 രൂപ, അതായത് 9,000 അല്ലെങ്കിൽ ഒരു 10,000. അപ്പോൾ ഈ ഒരു എക്സ്പെൻസാണ് വണ്ടിക്ക് ഇയർലി വരിക. ഞാൻ ഈ പറഞ്ഞത് മാക്സിമം എമൗണ്ട് ആണ് കേട്ടോ, അല്ലാതെ കുറച്ച് എമൗണ്ട് അല്ല. മാക്സിമം അത്രയൊക്കെ വരും, 10,000 രൂപ വരും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള എക്സ്പെൻസുകളും നമുക്ക് വരുന്ന സാധനങ്ങളും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ്സ് ഒക്കെ എടുക്കാൻ പോകണമെങ്കിൽ നോക്കുക, ഒരു ഇയർലി ഇത്ര രൂപയൊക്കെ വരും. പിന്നെ മൈലേജ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുക. നമുക്ക് ആ എക്സ്പെൻസ് പറ്റില്ലെങ്കിൽ പിന്നെ അത് എടുത്തിട്ട് നമുക്കതിനെ ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം.
ഞാൻ പരമാവധി റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട്, പരമാവധി എല്ലാ കമൻസിനും. സോ അതൊന്ന് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് ഹൈപ്പ് ചെയ്യാൻ ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ കമൻറ്റ് എന്തെങ്കിലും ഇടുക. കുറച്ചൊന്ന് വീഡിയോയ്ക്ക് ഒന്ന് ട്രാക്ഷൻ കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.